ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ആലമ്പുഴ പാടശേഖരത്തെ നെല്ല് സംഭരണം സുതാര്യമാണെന്നും അനാവശ്യ വിവാദങ്ങൾ ചിലരുടെ ഗൂഢാലോചനയാണെന്നും പാടശേഖര സമിതിയും കർഷകരും വിശദീകരിക്കുന്നു. ആലമ്പുഴ പാടശേഖരത്തിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്ന് പാടശേഖര സമിതിയും കർഷകരും വ്യക്തമാക്കുന്നു. സപ്ലൈകോ ഏജന്റുമാർ അമിത കിഴിവ് ആവശ്യപ്പെടുന്നു എന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്നും കൃത്യമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് കിഴിവ് നിശ്ചയിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. പാടശേഖരത്തിലെ കൂട്ടായ കൃഷിരീതി അട്ടിമറിക്കാനുള്ള ചില വ്യക്തികളുടെ ശ്രമമാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്നും ഇവർ ആരോപിക്കുന്നു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ആലമ്പുഴ പാടശേഖരത്തിൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവാദങ്ങളിൽ കൃത്യമായ വിശദീകരണവുമായി പാടശേഖര സമിതിയും ജനപ്രതിനിധികളും രംഗത്തെത്തി. മില്ലുകാർ നെല്ല് സംഭരിക്കുമ്പോൾ അമിതമായി കിഴിവ് വരുത്തുന്നു എന്ന പരാതി പൂർണ്ണമായും തെറ്റാണെന്ന് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും പാടശേഖര സമിതി സെക്രട്ടറിയുമായ ഗിരിജ വല്ലഭൻ വ്യക്തമാക്കി. നമ്മുടെ ഈ പാടശേഖരത്തിൽ ആലമ്പുഴ പാടശേഖരത്തിൽ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലായിട്ട് ഇവിടെ നിന്ന് മില്ലുകളിലേക്ക് അരി കയറ്റുമ്പോൾ, നെല്ല് കയറ്റുമ്പോൾ ആ നെല്ലിൽ 2% 3% കുറവ് എന്നതിൽ ഉപരിയായി 18%, 19%, 21% കുറവ് എന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ പത്രദ്വാര അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി കാണാൻ ഇടയായതിൻ്റെ സാഹചര്യത്തിലാണ് ഞാൻ മറുപടി നൽകുന്നത്. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവവിരുദ്ധമാണ് എന്ന് ഞാൻ ഈ സമയത്ത് ബോധിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. പിന്നെ ഈ ബൈറ്റ് തന്ന ഈ പരാതി തന്ന സുധീഷിനെ സംബന്ധിച്ചിടത്തോളം, ഈ സുധീഷാണ് ഈ പാടശേഖരത്തിലെ ആകെ പ്രശ്നമായി ഇവിടുത്തെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഏകീകൃത കൃഷി സമ്പ്രദായം ഇല്ലാതെ ആക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പരിപാടിയാണ്. ഇവിടെ ഒരു ഏകീകൃത കൃഷി സമ്പ്രദായം ഇല്ലാത്തതിനാൽ ചില ഭാഗത്ത് ഇവിടെ കൊയ്യേണ്ട സമയത്ത് ആ കൊയ്യാൻ സാധിക്കാതെ ഇരിക്കുകയും ആ സമയത്ത് അത് ഉണങ്ങി ആകെ നാശമായി പോകുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാക്കുന്നത് ഈ സുധീഷാണ്. പല ഘട്ടങ്ങളിലും പല ഭാഗത്തും പലതരത്തിലുള്ള കൃഷി രീതി അദ്ദേഹം അവലംബിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല സമയത്തും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തവണ തന്നെ ചില ഭാഗങ്ങളിൽ കൊയ്യാൻ സമയമായപ്പോൾ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്നതിന് ഇദ്ദേഹത്തിന് നല്ല പച്ച ആയ സാഹചര്യമായിരുന്നു. പച്ചയായ സമയത്ത് അദ്ദേഹത്തിനോട് കൊയ്യാൻ പറയുമ്പോൾ സ്വാഭാവികമായി അത് കൊയ്യാൻ സാധിക്കുകയില്ല പച്ചയായത്. അങ്ങനെ ഒരു ഏകീകൃതമായ ഒരു രീതിയിൽ അത് അവലംബിച്ചില്ലെങ്കിൽ, ഇവിടെ കൃഷി രീതി ഉണ്ടാക്കിയില്ലെങ്കിൽ, അത് ഉണ്ടാകാതിരിക്കാൻ കാരണം 10-30 ഏക്കർ അദ്ദേഹം ഉണ്ടാവുമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഒരു 10-20 ഏക്കർ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അത് പാട്ടത്തിനെടുത്തുള്ള ഭൂമിയാണ്. ആ ഭൂമി പല രീതിയിൽ പല സമയത്ത് ഇവിടുത്തെ കൃഷിക്കാർക്ക് ദോഷമുണ്ടാകുന്ന രീതിയിൽ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരവും ഈ പാടശേഖരത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇദ്ദേഹം ഈ പറയുന്ന 21%, 20% ഒക്കെ കുറവ് എന്നുള്ളത് അത് സത്യവിരുദ്ധമാണ്, വാസ്തവവിരുദ്ധമാണ്. 2%, 3% അതായത് നെല്ലിൽ പതിര്, അതുപോലെ തന്നെ ഉണക്കക്കുറവ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറവ് വരുന്നത്. അല്ലാതെ ഇത് സ്ഥിരമായിട്ട് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ സപ്ലൈകോൻ്റെ ഏജന്റുമാർ അല്ലെങ്കിൽ മില്ലുകാർ അവർക്ക് അമിത ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതിന് അത് വിശ്വാസമില്ല. അങ്ങനെ അമിത ലാഭത്തിന് വേണ്ടിയല്ല അവരെ ചെയ്യുന്നത്. അവർക്ക് മുതലാവുന്നതിനും മുതലിക്കുന്നതിനും വേണ്ടിയാണ് ഈ കുറവ് അവർ വരുത്തുന്നത്. ആ കുറവ് അംഗീകരിച്ചിട്ടുള്ളതാണ്. പാടശേഖരങ്ങളെല്ലാം എല്ലാ പാടശേഖരങ്ങളും അംഗീകരിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അല്ലാതെ കൊണ്ട് ഈ സുധീഷ് പറയുന്ന കൂട്ടത്തിൽ ഒരു കൊള്ളയൊന്നും നടത്തിയെന്ന് എനിക്ക് ഈ സമയത്ത് പറയാൻ സാധിക്കുകയില്ല. കൊള്ളയൊന്നും നടന്നിട്ടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നെല്ലിലെ പതിര്, ഉണക്കക്കുറവ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് 2 മുതൽ 3% വരെ കിഴിവ് നിശ്ചയിക്കുന്നത്. ഇത് എല്ലാ പാടശേഖരങ്ങളും അംഗീകരിച്ചിട്ടുള്ള സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാഞ്ഞാൾ പഞ്ചായത്തിലെ പാഞ്ഞാൾ കൃഷിഭവന്റെ കീഴിലുള്ള ആലമ്പുഴ പാടശേഖരത്തിൽ അമലോസ് മില്ല് എന്ന് പറയപ്പെടുന്ന മില്ലുകാർ ഇവിടെ വരികയും അതിൻ്റെ ഏജൻറ്റ് ഞങ്ങളെ സമീപിക്കുകയും ചെയ്തു. ഞങ്ങളുടെ നെല്ലുകളെല്ലാം പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത് 2% അല്ലെങ്കിൽ 3%. അത് 2%, 3% പറഞ്ഞതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ ഉണക്കില്ലായ്മ,
അല്ലെങ്കിൽ വെള്ളമില്ലാതെ നെല്ല് ഉണങ്ങിയതിൻ്റെ ശേഷം പതിര് കൂടുതൽ വന്നതുകൊണ്ടാണ് അവരിത് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഇപ്പം ഈ പരാതി പറഞ്ഞ അദ്ദേഹം പറഞ്ഞതുമാതിരി 17% 21% ഈ മില്ലുകാരോ ഇതിനു മുമ്പുള്ള മില്ലുകാരോ ആരും തന്നെ കുറച്ചായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. ഈ മില്ലുകാരുടെ ഏജന്റിനെ ഞങ്ങൾക്ക് കാലങ്ങളായിട്ട് അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ വ്യക്തി ഒരാളെയും ഇന്ന് ഞാൻ നേരിട്ട് വിളിച്ചിട്ട് 10 ചാക്കമുള്ളൂ 15 ചാക്കമുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും വന്ന് കയറ്റി പോവുകയും അതിൻ്റെ PRS ഏറി കൂടി 3 അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരു കർഷകനും ഇന്നേ വരെ അദ്ദേഹത്തിനെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന സുധീഷ് എന്ന വ്യക്തി ഞങ്ങൾ സെപ്റ്റംബർ 23 ഞങ്ങളുടെയൊക്കെ നാട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ ഞാറ് പാകാൻ വന്നിട്ടേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം നട്ടത് ഒക്ടോബർ അവസാനമാണ്. ഞങ്ങളുടെയൊക്കെ കണ്ടങ്ങൾ കൊയ്യുന്നതിന് വരെ ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യം നേരത്തെ ഞങ്ങളുടെ പാടശേഖര സെക്രട്ടറി പറഞ്ഞ മാതിരി ഇദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ കൂടെ കടന്നിട്ട് വേണം ഞങ്ങളുടെയൊക്കെ പാടങ്ങൾ കൊയ്യാൻ. അപ്പോൾ അന്ന് പച്ചനെല്ലായപ്പോൾ അദ്ദേഹം വണ്ടി കടത്താൻ പറ്റില്ല എന്ന് തർക്കിച്ച് വേറെ മാർഗത്തിലൂടെ അധിക കാശ് ചിലവാക്കിക്കൊണ്ടാണ് അവിടെ ഒരു 5-6 കർഷകർ കൊയ്തത്. അത് 5-6 കർഷകരെന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതൊരു 10-12 ഏക്കർ സ്ഥലം കൊയ്തത് 1800 രൂപയുടെ മെഷീൻ കൊയ്യേണ്ട സ്ഥാനത്ത് 2800 രൂപയുടെ ചിലവ്, ഒരു മണിക്കൂറിന് 2800 രൂപ ചിലവ് ചെയ്തിട്ടാണ് അവർ കൊയ്തെടുത്തത്. അതിനുശേഷം എൻ്റെ നെല്ലും ഇതേമാതിരി ഞാൻ ഇവനോട് പറഞ്ഞ് ഞാൻ ആ മെഷീൻ കൊണ്ട് കൊയ്യില്ല എന്ന് പറഞ്ഞതുകൊണ്ട്, എന്നിട്ട് ഇവൻ്റെ നെല്ല് ഉണക്കായപ്പോഴും കൊയ്യാൻ ചോദിച്ചപ്പോൾ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ബലമായിട്ട് അതിൽ വണ്ടി കയറ്റുമെന്ന് പറഞ്ഞതിൻ്റെ മുകളിൽ മാത്രമാണ് അവൻ സമ്മതിച്ചത്. അങ്ങനെ ഈ കർഷകർക്ക് എന്നും ഇവിടെ ബുദ്ധിമുട്ടും ആളെ ഈ പാടശേഖരത്തിൽ നിന്നല്ല പാഞ്ഞാൽ കൃഷിഭവനിൽ അന്വേഷിച്ചാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അല്ലാണ്ട് ഈ പറയുന്ന യാതൊരു വ്യക്തത ഇതിലില്ല. അതായത് പിന്നെ ആൾ പറഞ്ഞു 40 ടണ്ണ് നെല്ല് അവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്കറിയില്ല. ഈ പാടശേഖരത്തെ ആളാകപ്പാടെ ഞങ്ങൾ നെറ്റിൽ കണക്കാട്ടിച്ച് നോക്കിയപ്പോൾ ആളൊരു 18 ഏക്കറിൻ്റെ താഴെ പണിയുന്നുള്ളൂ. പിന്നെ അദ്ദേഹം പണിയുന്നത് വെച്ചാൽ കൂടുതലും പാട്ടക്കാരാണ്. ഈ പാട്ടക്കാരുടെ പേരിൽ തന്നെയാണ് നെല്ല് കയറ്റുന്നതും അവർക്ക് തന്നെയാണ് ഇതിൻ്റെ സബ്സിഡികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാണെന്ന് ഞങ്ങൾക്കറിയില്ല. അതായത് അവനോൻ എന്തിനാണ് ആൾ കൃഷി ചെയ്യണതെന്ന് പോലും ആൾക്ക് തന്നെ അറിയാത്ത രീതിയിലാണ് ആളെ പോക്കുകൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മില്ലുകാരെ കൊണ്ടോ ഈ മില്ലിൻ്റെ ഏജൻറ്റുമാരെ കൊണ്ടോ സപ്ലൈ കൊണ്ടോ ഈ ആലമ്പുഴ പാടശേഖരത്തെ ബാക്കി ഒരു കർഷകർക്കും യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. ജില്ലാ പാഡി ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന ശാസ്ത്രീയ പരിശോധനയിൽ ചില കർഷകരുടെ നെല്ലിന് 9.4% വരെ കിഴിവ് നൽകാമെന്ന് റിപ്പോർട്ടുണ്ടായിട്ടും മില്ലുകാർ കേവലം 3% മാത്രമാണ് ആവശ്യപ്പെട്ടതെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് സിനോജ് ചൂണ്ടിക്കാട്ടി. പരാതി ഉന്നയിച്ച കർഷകൻ കൃഷി വൈകിയിറക്കിയതും സമിതിയുമായി സഹകരിക്കാത്തതുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് മറ്റ് കർഷകരും ആരോപിക്കുന്നു. ആലമ്പുഴ പാടശേഖരത്തിലത്തെ ഒരു കർഷകനാണ് ഞാൻ. ഏകദേശം എൻ്റെ കുടുംബങ്ങളായിട്ട് ഒരു 2.5-3 ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കൃഷി ചെയ്യുന്ന നടുപ്പാടത്താണ്. ഞങ്ങൾക്ക് യാതൊരു അക്സസ്സും ഇല്ല. ഞങ്ങൾ 4 വട്ടവും വളഞ്ഞിട്ടാണ് സുധീഷ് പണിയാറുള്ളത്. സാധാരണ ഞങ്ങൾക്ക് വണ്ടി ഇറക്കാനോ കൊയ്ത്ത് മെഷീൻ ഇറക്കാനോ വേറെ വളമിടാനോ ഒന്നിനും സൗകര്യം ഉണ്ടാവാറില്ല. ചിലപ്പോൾ ഞങ്ങൾ നട്ട് കഴിഞ്ഞ് വളമിട്ടതിന് ശേഷമാവും സുധീഷ് വണ്ടി ഇറക്കാൻ നോക്കുക, വണ്ടി ഇറക്കാൻ സ്ഥലം തരണമെന്ന് പറയലൊക്കെ ഉണ്ടാവാറ്. പക്ഷെ ഞങ്ങളത് അനുവദിക്കാറില്ല. ഒരു പ്രാവശ്യം അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മൂപ്പര് സഹകരണത്തിൻ്റെ പേരിൽ മൂപ്പര് യാതൊരു തരത്തിലും നമുക്ക് യാതൊരു സഹകരണവും തരില്ല. ഒരാളായിട്ടൊരു കൂട്ടായ്മയില്ല. ഇപ്പോൾ പാടശേഖരമായിട്ട് ആലോചിക്കില്ല. ഞങ്ങളെല്ലാവരും തമ്മിൽ ആലോചിച്ചിട്ടാണ് ചെയ്യാറ്. മൂപ്പരുടെ ഇഷ്ടപ്രകാരം വിത്തിറക്കും. ഏത് വിത്താന്നും കൂടെ അറിയില്ല ഞങ്ങൾക്ക്. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കുറേശ്ശെ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. പല പാടശേഖരത്തിൽ നിന്നും സുധീഷിനെ പുറത്താക്കിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. എനിക്കറിയില്ല എന്താണ് വാസ്തവത്തെന്ന്. അത് കാരണം കൊണ്ട് അതിനുള്ള ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരോടും യോജിച്ച് പോകത്തക്ക വിധത്തിൽ സുധീഷിന് ഇവിടെ കൃഷി ചെയ്താൽ നല്ല കാര്യമാണ്. ഇത് ഞങ്ങൾ പ്രസിഡന്റ് സെക്രട്ടറിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യം ഉന്നയിച്ച കാര്യങ്ങൾ. സെപ്റ്റംബറിൽ മറ്റെല്ലാവരും കൃഷിയിറക്കിയപ്പോൾ ഒക്ടോബർ അവസാന വാരത്തിൽ കൃഷിയിറക്കിയ വ്യക്തിയുടെ നെല്ലിന് ഗുണനിലവാരക്കുറവുണ്ടെന്നും പരിശോധനാ റിപ്പോർട്ടുകളിൽ ഇത് വ്യക്തമാണെന്നും സമിതി അറിയിച്ചു. മില്ലുകാർ കർഷകരുമായി മികച്ച രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്നും വ്യാജ പരാതികൾ നൽകി കർഷകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും കർഷകർ ഒരേ സ്വരത്തിൽ പറയുന്നു. ആലമ്പുഴ പാടശേഖരത്തിൽ ഒരു 5 ഏക്കർ കൃഷി ചെയ്യാൻ പണിയുണ്ട് സ്വന്തമായിട്ട്. എനിക്ക് പിന്നെ വണ്ടി ഇറങ്ങാനും കാര്യങ്ങളൊക്കെ എൻ്റെ അധീനമാണ് ഇറങ്ങേണ്ടതും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ മില്ലിനെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ചോ എനിക്കൊരു ബുദ്ധിമുട്ട് വരാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊയ്ത്തിൻ്റെ ടൈം ആയി കഴിഞ്ഞാൽ മില്ലുകാരെ ഞാൻ കോൺടാക്ട് ചെയ്യാറുണ്ട്. അതനുസരിച്ചിട്ട് അവർ മില്ലുകാർ വരും. കൊയ്തേൻ്റെ പിറ്റേ ദിവസം ഞാൻ നെല്ല് നേരാക്കും. അതിൻ്റെ അടുത്ത ദിവസം തന്നെ അവർ നെല്ല് കയറ്റി പോവുകയും ചെയ്യും. അപ്പോൾ ഇപ്രാവശ്യം ഇതേപോലെ വന്നു. അപ്പോൾ ഇങ്ങനെ കൊയ്തപ്പോൾ ഇങ്ങനെ കയറ്റേണ്ട ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ നെല്ലിങ്ങനെ നേരാക്കണ്ട, ഇങ്ങനെ 2% ഇങ്ങനെ വേണം, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആവുന്നതൊരു കാര്യം ചെയ്യുക, എന്നാൽ ഞാൻ കോരി നിറച്ചിട്ട് തരാം, ഇനി ഒന്ന് സഹകരിക്കണം പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ മില്ലുകാരൻ
വളരെ ഒരു സഹകരണം ഉണ്ടായി. ഇതിൻ്റെ മുമ്പേയും അദ്ദേഹം തന്നെ ഇവിടുന്ന് എടുക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ 2% കുറയ്ക്കുകയും ചെയ്തു. എൻ്റെ നെല്ല് കൊണ്ടുപോയതിൻ്റെ 4ാമത്തെ ദിവസം തന്നെ എനിക്ക് PRS കാര്യങ്ങളും എല്ലാം അടിച്ചു തരികയൊക്കെ ചെയ്തു. ഞാൻ അത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യാനും കഴിഞ്ഞു. 15-ാം തീയതി വരെ ഉള്ളതാണ് ഇതുവരെ കൊടുക്കലും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻഗണന അടിസ്ഥാനത്തിൽ വരുമ്പോൾ എത്രയും ഒരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടാനുള്ള സൗകര്യം ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഈ മില്ലുകാരനെ കുറിച്ചിട്ടോ അംലോസ് മില്ലിനെ കുറിച്ചിട്ടോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഏജന്റിനെ കുറിച്ചിട്ടോ നല്ലത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക് CCV.